ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കാരൻ ലൂയിസ് എർഡ്രിക് എഴുതിയ ഫ്യൂച്ചർ ഹോം ഓഫ് ദ ലിവിംഗ് ഗോഡ് എന്ന നോവലിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഷോർട്ട് സമ്മറി ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. റിലേറ്റഡ് വീഡിയോസിനെ പ്ലേലിസ്റ്റുകൾ ആക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരൻ ലൂയിസ് എർഡ്രിക് നേറ്റീവ് അമേരിക്കൻ ആൻഡ് ജർമ്മൻ മിക്സ്ഡ് ഹെറിറ്റേജിൽ ഉള്ള 1954 ജനിച്ച ഓഥറാണ്. നേറ്റീവ് അമേരിക്കൻ ഹെറിറ്റേജ് ഉൾക്കൊള്ളുന്ന നോവൽസ്, പോയട്രി ആൻഡ് ചിൽഡ്രൻസ് ബുക്സ് കാരൻ എഴുതിയിട്ടുണ്ട്. ട്രഡിഷൻ, ഹെറിറ്റേജ്, ലോയൽറ്റി ടു ഫാമിലി ഒക്കെയുള്ള കാരൻ്റെ വർക്ക്സിന് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കാരൻ്റെ മിക്ക ക്യാരക്ടേഴ്സും കാരൻ്റെ തന്നെ മിക്സ്ഡ് ഹെറിറ്റേജിൽ ഉള്ളവരാണ്. റോമൻ കത്തോലിസിസത്തിന്റെയും നേറ്റീവ് വാല്യൂസിന്റെയും നടുവിൽ ഒരേ സമയം മിംഗ്ലിങ്ങും കോൺഫ്ലിക്റ്റിങ്ങും ആയ പ്രാക്ടീസസ് ആയിരുന്നു കാരൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് കാരൻ്റെ ക്യാരക്ടേഴ്സിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാരൻ്റെ ക്യാരക്ടേഴ്സിന് റിപ്പീറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. മാത്രമല്ല അവരുടെ പല കാര്യങ്ങളും പതുക്കെയാണ് കഥകളിൽ റിവീൽ ചെയ്യുക. ഒരു ഫാമിലിക്കുള്ളിൽ തന്നെയുള്ള ലൈഫ് സൈക്കിൾസ്, റെക്കറൻസസ്, 20th സെഞ്ച്വറിയിൽ ജീവിക്കുന്ന നേറ്റീവ് അമേരിക്കൻസ് നേരിടുന്ന നഷ്ടബോധം, മാറ്റങ്ങൾ എല്ലാം ആ കഥകളിലുണ്ട്. 2017 പബ്ലിഷ് ചെയ്ത ഫ്യൂച്ചർ ഹോം ഓഫ് ദ ലിവിംഗ് ഗോഡ് എന്ന നോവൽ അതേ ടൈറ്റിലിലെ കാരന്റെ തന്നെ മറ്റൊരു പഴയ ഷോർട്ട് സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിന്റെ കഥയാണ്. എസ്കേപ്പ് കാണാനാകാത്ത ഒരു ജനറ്റിക് കാറ്റസ്ട്രഫി ഉള്ളതിനാൽ ഈ നോവലിനെ അപ്പോകലിപ്റ്റിക് എന്ന് പറയാം. ഡിസാസ്ട്രസ് ആയ ഒരു ഫ്യൂച്ചർ കാണിക്കുന്നത് കൊണ്ട് ഡിസ്റ്റോപ്പിയൻ എന്ന് പറയാം. നാച്ചുറൽ ആൻഡ് ബയോളജിക്കൽ ആയ ഇവന്റ് ഒരു കോർ എലമെന്റ് ആയതുകൊണ്ട് സ്കൈഫൈയും നേച്ചർ ആൻഡ് ഹെർ സസ്റ്റനൻസിൽ വരുന്ന മാറ്റം പറയുന്നതിനാൽ ക്ലൈഫൈയും ആണ്. ഇതിലെ തീംസിൽ നേറ്റീവ് അമേരിക്കൻ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഫാമിലി റിലേഷൻഷിപ്സിലെ നുവൻസസ്, നമ്മുടെ ജനറ്റിക് റെസിലിയൻസ്, അതുപോലെ തന്നെ ജീൻസിന്റെ അൺഎക്സ്പെക്റ്റഡ് മ്യൂട്ടേഷൻസ് വഴിയുള്ള പൊട്ടൻഷ്യൽ ട്രെച്ചറി ഇതെല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ നോവലിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ പേരുകൾ കാണാം. സീഡർ ഹോക്ക് സോങ്മേക്കർ ആണ് ഈ കഥയിലെ പ്രോട്ടഗോണിസ്റ്റ്. പ്രഗ്നന്റ് ആയ സീഡർ തന്റെ അൺബോൺ ചൈൽഡിന് എഴുതുന്ന കത്തുകളുടെ രൂപത്തിലാണ് കഥയുള്ളത്. അതുകൊണ്ട് ഇതിന് എപ്പിസ്റ്റോളറി നോവൽ അഥവാ നോവൽ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയാം. ഗ്ലെൻ ആൻഡ് സേറ എന്ന കപ്പിൾസിന്റെ അഡോപ്റ്റഡ് ചൈൽഡ് ആയാണ് സീഡർ വളരുന്നത്. കഥ അവസാനിക്കാറാകുമ്പോഴാണ് ഗ്ലെൻ തന്റെ റിയൽ ഫാദർ കൂടെയാണ് എന്ന സത്യം സീഡർ അറിയുന്നത്. സ്വാതന്ത്ര്യവും സൗകര്യങ്ങളുമുള്ള ഒരു ഹെൽത്തി അപ്ബ്രിങ്ങിങ് തന്നെയായിരുന്നു സീഡറിൻ്റെത്. സീഡറിന്റെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛനാണ് ഫിൽ. ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് മാത്രമായിരുന്ന ഫിൽ പിന്നീട് 2 തവണ സീഡർ ഒളിവിൽ പോകുമ്പോഴും സഹായിക്കാനായി വന്നു എങ്കിലും കഥയുടെ അവസാനമാകുമ്പോൾ സെൽഫ് സെന്റേർഡ് ആൻഡ് റുത്ത്ലെസ് ആണ് എന്ന് സ്വയം തെളിയിക്കുന്നുണ്ട്. സ്വീറ്റി എന്ന വിളിപ്പേരുള്ള മേരി പോർട്സ് സീനിയർ ആണ് സീഡറിന്റെ റിയൽ മദർ. ആഫ്റ്റർ ബർത്ത് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി സൊസൈറ്റി അംഗീകരിച്ച ഫാമിലിക്ക് വേണ്ടി സീഡറിനെ തള്ളിക്കളയാൻ മടിയില്ലാത്ത അമ്മയാണ് എന്ന് നമുക്ക് കാണാം. സ്വീറ്റിയുടെ ഹസ്ബൻഡാണ് എഡി. സ്വീറ്റിയുടെ അമ്മ ഗ്രാൻഡ് മദർ മേരി. അതുപോലെ എഡിയിൽ സ്വീറ്റിക്കുണ്ടായ മകളാണ് ലിറ്റിൽ മേരി. ദ മദർ എന്നറിയപ്പെടുന്നത് ഓട്ടോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഹിപ്പോക്രസിയുടെ ഫേസ് ആണ്. അൺനോൺ ജനറ്റിക് ഡിസോർഡർ കാരണം പ്രസവ സമയത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഓട്ടോ ഇമ്മ്യൂൺ അറ്റാക്കിൽ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ലൈഫ്സ് റിസ്കി ആകുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഗവൺമെന്റിന്റെ ഫേസ്. ആദ്യത്തെ പ്രാവശ്യം സീഡർ പിടിക്കപ്പെട്ടതിന് ശേഷം താമസിക്കുന്ന ഹോസ്പിറ്റലിലെ ആദ്യത്തെ റൂംമേറ്റ് ആയിരുന്നു ആഗ്നസ് സ്റ്റാർ. ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് എന്ന പേരിൽ പ്രഗ്നന്റ് വിമൻസിന് അവർ കൊടുക്കുന്നത് ഹാപ്പി പിൽസ് ആണ് എന്ന് സീഡറിനോട് പറഞ്ഞ ആഗ്നസ് ചാടിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെട്ടു. നെർവ്സിനെ നമ്പാക്കുന്ന ഹാപ്പി പിൽസ് നിർത്തിയതോടെയാണ് സീഡറിന് റിയാലിറ്റി ബോധം ആ ഹോസ്പിറ്റലിൽ വെച്ച് വന്നത്. പ്രിമച്വർ സിസേറിയന് വിധേയയായ ആഗ്നസിനെ പിന്നീട് സീഡർ കണ്ടിട്ടില്ല. രണ്ടാമത്തെ റൂംമേറ്റ് ആണ് സ്പൈഡർ നൺ എന്ന് സീഡർ വിളിച്ചിരുന്ന ടിയ ജാക്സൺ. സേറയുടെ അൺഎക്സ്പെക്റ്റഡ് സഹായത്തോടെ സീഡറും ടിയയും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഈ നോവലിന് 3 പാർട്സ് ഉണ്ട്. തുടക്കത്തിൽ പ്രഗ്നന്റ് ആയ സീഡർ തന്റെ ബയോളജിക്കൽ ഹെറിറ്റേജ് അന്വേഷിക്കുന്നു. അത് വയറ്റിലെ തന്റെ കുഞ്ഞിന് ജനറ്റിക് പ്രോബ്ലംസ് ഇല്ല എന്ന് ഉറപ്പിക്കാനാണ്. ഇതിനിടയിൽ പ്ലാന്റ് ലൈഫിലും അനിമൽ ലൈഫിലും ഒരുപോലെ ഉണ്ടാകുന്ന ബ്രീഡിംഗ് ക്രൈസിസ് ആണ് ഈ നോവലിലെ അപ്പോകലിപ്റ്റിക് ഇവന്റ്. അതോറിറ്റേറിയൻ ഗവൺമെന്റ് ഹ്യൂമൻ ബ്രീഡിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സീഡറിന്റെ ക്രൈസിസ് വലുതാകുന്നു. ഒരു ഡോക്ടറിന്റെ സഹായത്തോടെ സീഡർ ഒരിക്കൽ രക്ഷപ്പെടുന്നു. എന്നാൽ ഗവൺമെന്റിന്റെ മദർ എന്ന ഫിഗർ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്തും സീഡറിനെ വേട്ടയാടുന്നു.
ഫില്ലിന്റെ സഹായത്തോടെ ഒളിവിൽ പോകുന്ന സീഡർ വൂംബ് വോളണ്ടിയേഴ്സിനെ പറ്റിയും ഫീമെയിൽ ഡിറ്റൻഷനെ പറ്റിയും റൂമേഴ്സ് കേൾക്കുന്നു. പാർട്ട് 2-ൽ സീഡർ പിടിക്കപ്പെട്ടു എന്ന് കാണാം. ആഗ്നസിന്റെ ഫേറ്റ് കണ്ടതിന് ശേഷം റിലക്ടന്റ് കമ്പാനിയൻ ആയ ടിയയ്ക്കൊപ്പം രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യുന്നു. സേറയുടെ സഹായത്തോടെ രക്ഷപ്പെടുന്ന രണ്ടുപേരും ഹൈഡിങ്ങിൽ പോകുന്നു. ലിബറൽ ആയ കാനഡയിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതിനു ശേഷം ടിയയുടെ ബോയ്ഫ്രണ്ട് അവളെ കൊണ്ടുപോകുന്നു. കുഞ്ഞിന്റെ പേരിലും അല്ലാതെയും സേറയും സീഡറും തമ്മിൽ വഴക്കിടുന്നു. ലാസ്റ്റ് പാർട്ടിൽ സീഡർ സ്വീറ്റിയുടെ വീട്ടിൽ ഒളിച്ചു കഴിയുന്നതായി കാണാം. ഗ്ലെൻ ആണ് സീഡറിന്റെ ബയോളജിക്കൽ ഫാദർ എന്ന് സേറ സീഡറിനോട് പറയുന്നത്. പിന്നീട് അവൾ എത്തിച്ചേരുന്നത് ഗവൺമെന്റിന്റെ ഫേസ് ആയ മദർ ഒരു ഹൈ പൊസിഷനിൽ ഉള്ള ഒരു കറക്ഷണൽ ഫെസിലിറ്റിയിലാണ്. എസ്കേപ്പ് ഇല്ലാത്ത ആ ജയിലിലാണ് ഇനി തന്റെ ഫ്യൂച്ചർ എന്ന് സീഡർ പൂർണ്ണമായും റിയലൈസ് ചെയ്ത് തന്റെ ഫേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഏറെ ക്രിറ്റിസിസംസ് നേരിട്ട ഒരു നോവലാണ് ഇത്. ഒരു ഫ്ലോ ഇല്ലാത്ത സ്റ്റോറി, അണ്ടർ ഡെവലപ്ഡ് ആയ സബ് പ്ലോട്ടുകൾ, അവിശ്വസനീയമായ സ്പീഡിൽ സൊസൈറ്റി ഡിക്ലൈൻ ചെയ്യുന്നു. ഹ്യൂമൻ ബേർത്തിലെ ഇഷ്യൂ എന്തെന്ന് പറയുന്നുണ്ടെങ്കിലും ആനിമൽസിലെ മ്യൂട്ടേഷൻ ലൈക്ക് സീഡർ ഒരിക്കൽ കാണുന്ന ഒരു ജയന്റ് ലിസാർഡ് ബേർഡ് അത് എക്സ്പ്ലോർ ചെയ്യാത്ത ഉത്തരമില്ലാത്ത ഒരു സമസ്യയാണ്. അതോറിറ്റേറിയൻ ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോഴും അവരുടെ എക്സ്റ്റെൻഡ് ഓഫ് പവർ ക്ലിയർ അല്ല. ഒരു കഥയ്ക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ ഒന്നും പൂർണ്ണമായി പറയാൻ സാധിക്കാത്ത ഒരു ശ്വാസം മുട്ടൽ ഈ കഥയിലുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ ഈ നോവൽ നേരിട്ട ക്രിറ്റിസിസംസ്. വിത്ത് ദാറ്റ് ഈ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു. ഈ നോവലിൻ്റെ ടൈറ്റിൽ ആൻഡ് തീംസ്, ക്യാരക്ടേഴ്സ് തുടങ്ങിയവ പിന്നീട് ഒരിക്കൽ വീഡിയോസായി ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.